സ്വന്തം രാജ്യത്തെ ആളുകളെ തിരിച്ചറിയാൻ പറ്റാത്ത ഏക കൺട്രി ആയിരിക്കും ഇന്ത്യ കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വല്യപ്പ വോട്ട് ചെയ്ത കാലം, വല്യമ്മ വോട്ട് ചെയ്ത കാലം, 2002 ശേഷം വോട്ട് ചെയ്ത കാലം, ആധാർ കാർഡ്, ID കാർഡ്, ഇതൊക്കെ എല്ലാ കൊല്ലം ഇതിനാ തപ്പുന്നത്. SIR എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ക്ലിയർ ആയിട്ടുള്ള ഗൂഢപദ്ധതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുക്കുന്ന കർമ്മപരിപാടിയായിട്ടാണ് SIR മാറിയിരിക്കുന്നത്. ബീഹാറിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഞങ്ങളുടെ പ്രാഥമിക നിഗമനത്തിൽ 75ഓളം നിയമസഭാ സീറ്റുകൾ അട്ടിമറിച്ചിരിക്കുന്നത് SIR ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കാര്യമൊക്കെ രേഖപ്പെടുത്തൽ സിമ്പിൾ ആണെങ്കിലും ഇന്ത്യയിലെ മെജോറിറ്റി 95% ആളുകളും എല്ലാ കാര്യത്തിലും പിന്നിലുള്ളവർ തന്നെയാണ്. അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ബീഹാറിൽ നിങ്ങൾ കണ്ടില്ലേ, പല ആളുകളോട് ചോദിച്ചിട്ട് രാഹുൽ ഗാന്ധിനെ അറിയില്ല, മോഡിനെ പറഞ്ഞു കേട്ടറിയാം, പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് കേട്ടു. ഈ രീതിയിലൊക്കെയുള്ള കമന്റുകളാണ്. ഈ ഒരു രാജ്യത്ത് വന്നിട്ട് ഈ മെജോറിറ്റി 95% ആളുകൾ ഇതുപോലെ ഒരു ID ഇല്ലാത്ത ആളുടെ സ്ഥലത്ത് വന്നിട്ട് ഈ കൊല്ലം അത് ഇത് വല്ലിപ്പാന്റെ ഇതിലൊക്കെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഏറ്റവും ബെറ്റർ ഈ മരിച്ചുപോയ ആളുകളെ വല്യമ്മ ഇവരൊക്കെ കബ്രസ്ഥാനിയും ആധാർ കാർഡും വോട്ടർ ID എല്ലാം നോക്കിയിട്ട് DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ചെക്ക് ചെയ്യായിരിക്കും നല്ലത്. സത്യത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യം മുന്നോട്ട് പോകണതിന് ഈ ആളുകളൊക്കെ നികുതി അടച്ചിട്ടല്ലേ. എന്നിട്ട് ഇത് കൊല്ലം തെളിയിച്ചിട്ട് ഇതുവരെ ഡെവലപ്പ് ആകാത്തൊരു കൺട്രി ഉണ്ടെങ്കിൽ ഏക രാജ്യം ഇന്ത്യ ആയിരിക്കും. എന്തൊരു അവസ്ഥയാണ്. എന്നിട്ട് ഈ 95% ആളുകൾ ഈ ഒരു നിസാര കാര്യത്തിനും വേണ്ടി പല രീതിയിലും പെയിനടിച്ച് നടക്കുക. ഇനി കണക്ക് കിട്ടോ, ഈ കൊല്ലം ഈ ഒരു കാര്യമൊക്കെ ചെയ്തിട്ട് വല്ല കണക്കും നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് ആരടുത്ത് ഉണ്ടാവും. ഒരു രാജ്യത്തിന്റെ ഒരു സ്ട്രക്ചറിൽ മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത ഒരു രാജ്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. പല രാജ്യങ്ങളും ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ രാജ്യത്തിലാണോ എന്ന് സംശയിച്ച് നടക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥ എന്താ പറയാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാറുന്നൊരു കാലഘട്ടം ഇല്ലട്ടോ. നമ്മൾ വിചാരിക്കും ഓരോ കൊല്ലത്ത് വരും ഡെവലപ്മെന്റ് ആണ്, നമ്മുടെ രാജ്യം പുരോഗമിക്കുകയാണ്. രാജ്യത്തിന്റെ ടാർഗറ്റ് വേറെ എന്തൊക്കെയാണ്. ലോകത്ത് ഒരു രാജ്യം എക്സ്പെക്ട് ചെയ്യാത്ത ടാർഗറ്റാണ് നമ്മുടെ രാജ്യത്തിന്റെ. ഈ രീതിയിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുകയാണെങ്കിൽ ഇനിയും ഇതൊന്നും മനസ്സിലാകാത്തൊരു നിസ്സാരമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ രാജ്യത്ത് നിന്ന് 2000 നോട്ട് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസറാ പറയാ? കുറച്ചാളുകൾ പറയും ഉണ്ട് എന്ന്, കുറച്ചാളുകൾ പറയും ഇല്ല എന്ന്. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. സ്വന്തം രാജ്യത്തെ കറൻസി പോലും നിലവിലുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അല്ലാതെ ഈ കാര്യം ഓർത്ത് ആരും പെയിൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല.